നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റൊരു സമുദായാംഗങ്ങളും ഈ വീഡിയോ കാണണം എന്നെനിക്ക് നിർബന്ധമില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സഭാവിഭാഗത്തിൻ്റെ ഭാഗമാണെങ്കിൽ, കത്തോലിക്കനാവട്ടെ, ഓർത്തഡോക്സുകാരനാവട്ടെ, മർത്തോമാക്കാരനാവട്ടെ, പെന്തക്കോസുകാരനാവട്ടെ, CSAക്കാരനാവട്ടെ, ആരുമാവട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കരുതുന്നെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സഭകളിൽ നിങ്ങൾ സത്യം കാണുന്നെങ്കിൽ, ദയവായി എന്നോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. നിങ്ങളുടെ കണ്ണു തുറക്കാൻ വേണ്ടി ഞാൻ ചില കാഴ്ചകൾ കാണിക്കാം. തൃശ്ശൂരിലെ അമല ജൂബിലി ആശുപത്രി നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട സങ്കടപ്പെടുത്തുന്ന ചില കാഴ്ചകളാണ്. തിരുവനന്തപുരത്തു നിന്നും സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി തൃശ്ശൂരിലെത്തി ആ സമരത്തിൽ പങ്കെടുത്ത് എൻ്റെ ക്രൈസ്തവ ധർമ്മം നിറവേറ്റിയതിന് ആ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്ത് എന്നെ വിളിച്ചത് സഭാവിരുദ്ധനെന്നും അഴിമതിക്കാരനെന്നുമാണ്. ബിഷപ്പിനെ കാണാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ ചെല്ലുന്നവരോടൊക്കെ ഏതോ പിതാവില്ലാത്തവൻ ഇട്ട ഒരു പോസ്റ്റ് കാണിച്ചിട്ട് പറയുന്നു, ഞാൻ UNA-യിൽ നിന്നും 25 ലക്ഷം രൂപ വാങ്ങിയാണത്രേ ഈ പണി ചെയ്തതെന്ന്. ബഹുമാനയുടെ പിതാവിനോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ കാണിക്കുന്ന കാഴ്ചകൾ അങ്ങ് കാണണം. 25 ലക്ഷം രൂപ പോയിട്ട് 25 രൂപ ഞാൻ കൈപ്പറ്റി എന്ന് പിതാവിന് തെളിയിക്കാൻ കഴിഞ്ഞാൽ, പിതാവെ അങ്ങ് പറയുന്ന ശിക്ഷ അത് മരണശിക്ഷയാണെങ്കിലും ഞാൻ ഏറ്റുവാങ്ങാം. അങ്ങ് എൻ്റെ കൂടി ഇടയനാണ്. ഇങ്ങനെ നുണ പറഞ്ഞ് അങ്ങയുടെ ഈഗോ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അങ്ങ് കുഴപ്പത്തിലാക്കുന്നത് സഭയാണ്. ഞാൻ ഇന്ന് കത്തോലിക്ക സഭയിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു മെത്രാനോട് സംസാരിച്ചു. അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, ഒരു ബിഷപ്പിനെ യേശു ക്രിസ്തുവിനെ മനസ്സിലാവുന്നില്ലെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മനസ്സിലാവുന്നില്ലെങ്കിൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് തൻ്റെ ഈഗോയും അഹന്തയുമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ പൊന്നു ഷാജ, സീറോ മലബാർ സഭയുടെ അധിപനായി മാർ തട്ടിൽ ചുമതലയേറ്റിട്ട് വർഷം എത്രയായി? അദ്ദേഹത്തെ അംഗീകരിക്കാൻ പോലും മാർ താഴത്തിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ അദ്ദേഹം ഒട്ടും വില കൊടുക്കാത്ത നേഴ്സുമാരെ? ഞാൻ തൃശ്ശൂർ രൂപതയിലെ അനേകം അച്ഛന്മാരോട് സംസാരിച്ചു. അവരൊക്കെ സങ്കടത്തോടെ കരയുകയാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിതാവ് ഇങ്ങനെ പിടിവാശി കാണിച്ചാൽ മറ്റു വഴി എന്താണെന്ന്. യേശു ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായി അരമനയിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം നുണകളാണ്, എന്തെല്ലാം ദുഷ്ടത്തരങ്ങളാണ്, എന്തെല്ലാം തിന്മകളാണ് പ്രവർത്തിക്കുന്നത്. ഒരു കവിളത്തടിക്കുന്നവന് മറു കവിള് കാട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞ, തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ, 3 വർഷത്തെ പരസ്യ ജീവിതത്തിൽ ഉടനീളം സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിച്ച യേശു ക്രിസ്തുവിൻ്റെ പ്രതിപരീക്ഷൻ പച്ചക്കള്ളവും പകയും പതപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി ക്രൈസ്തവ കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കുമ്പോൾ എങ്ങനെയാണ് സങ്കടപ്പെടാതിരിക്കുന്നത്? ഞാൻ അമലയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനോട് സംസാരിച്ചു. അവർ സങ്കടത്തോടെ പറയുകയാണ്, ഈ പിതാവിൻ്റെ വാക്ക് കേട്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്ന ചില വൈദികരും എൻ്റെ കുടുംബം തകർക്കുകയാണെന്ന്, നുണ പറയുകയാണെന്ന്. എൻ്റെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ അനുസരിക്കില്ലേ എന്ന് ചോദിക്കുകയാണെന്ന്. എൻ്റെ കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുക, എന്നെയും എൻ്റെ ഭർത്താവിനെയും അകറ്റുക, എൻ്റെ കുടുംബക്കാരെ എന്നെ ശത്രുതയിലാക്കുക, എന്നെ അപമാനിക്കുക, അങ്ങനെ ഒരിക്കലും സഹിക്കാനാവാത്ത കൊടും ക്രൂരത എൻ്റെ ബിഷപ്പ് കാണിക്കുന്നു എന്നവർ സങ്കടത്തോടെ പറയുന്നു. ഞങ്ങൾക്കും കുടുംബമില്ലേ? ഞങ്ങൾ പല ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് വിഷമങ്ങൾ, അതേപോലെ അത്രയും സങ്കടത്തിൽ വന്ന് സമരപ്പന്തലിൽ വന്നിരുന്ന് കരയണവരാ. കാരണം ഇന്ന് കയറാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ മാനേജ്മെൻറ്റ്, ജൂബിലി മാനേജ്മെൻറ്റിലെ കാര്യം എനിക്കറിയില്ല, എനിക്ക് അമല മാനേജ്മെൻറ്റിലെ കാര്യം അറിയുള്ളൂ. പല പിള്ളേരുകളെയും ഫോണിൽ വിളിച്ച് അവർ സംസാരിക്കുകയാണ്, നിങ്ങൾ ഇന്ന് കയറണം ഭീഷണി. ചിലവർ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഹസ്ബൻഡ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാർ നിൽക്കത്തില്ലേ എന്ന്. ഒരു താലിമാല കൊടുത്ത് ഒരു കുടുംബജീവിതം കെട്ടിയണക്കുന്നവരാണ് ഈ നമ്മുടെ ഈ പുരോഹിതർ. അവർ തന്നെ ചോദിക്കുകയാണ്, ഭർത്താവാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, അപ്പോൾ ഭാര്യ എന്താ നിങ്ങൾ പറഞ്ഞ അനുസരിക്കില്ലേ, അല്ലെങ്കിൽ മകൾ എന്താ നിങ്ങൾ പറഞ്ഞ അനുസരിക്കില്ലേ? എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഞങ്ങൾ കത്തോലിക്ക വിശ്വാസത്തിനെയാണ് ഞങ്ങളിപ്പോൾ സംശയിക്കേണ്ടി വരണേ. പക്ഷേ ഞങ്ങൾക്ക് ദൃഢമായി ഞങ്ങളുടെ മാതാപിതാക്കൾ തന്നിട്ടുള്ള ഈശോ മാതാവ് എന്നുള്ളൊരു ഇതുകൊണ്ട് ഞങ്ങളിപ്പോഴും പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന കൈക്കൊള്ളുന്നു. പക്ഷേ ഞങ്ങളുടെ അച്ഛന്മാരിൽ നിന്നോ ഞങ്ങളുടെ ബിഷപ്പിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഞങ്ങൾക്ക് വളരെയധികം വേദന ഉളവാക്കുന്നു. ഞങ്ങളുടെ മക്കളും ഈ സഭയിലുള്ള മറ്റ് കുട്ടികളും ഇതൊക്കെ കണ്ട് ഇനി എന്താവും, മറ്റ് പല രാജ്യങ്ങളിലുള്ള പോലെ കത്തോലിക്ക സഭ ഇവിടെ എന്താവും എന്നുള്ള ആകുലതയും കൂടെ ഞങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ഞങ്ങളപ്പോൾ അവരോട് ചോദിച്ചു, എത്ര രൂപ ശമ്പളമുണ്ട്? 28 വർഷം പരിചയമുള്ള ഒരു നേഴ്സ് പറഞ്ഞു, അവർക്കിപ്പോഴും കിട്ടുന്നത് 43,000 രൂപ ശമ്പളം.
98 ജോലിക്ക് കയറിയതാണ് 2700 രൂപയ്ക്ക്. UN വരുന്നത് വരെ പരമാവധി 9000 രൂപ ശമ്പളം. 2013 UN നടത്തിയ സമരത്തോടെയാണ് ശമ്പള വർധനവ് നടത്തിയത്. അങ്ങനെ നിരവധി ക്ലേശങ്ങൾ സഹിച്ച് ഇപ്പോൾ 43,000 രൂപ വരെ എത്തി. ഞാൻ 98 ജൂലൈയിലാണ് കയറിയേക്കുന്നത്. ഇപ്പോൾ 28 വർഷം. ആദ്യം അമലയിലായിരുന്നു ഏറ്റവും കൂടുതൽ സാലറി, ജൂബിലിനേക്കാളൊക്കെ കൂടുതൽ 2200 രൂപ സാലറി ആയിരുന്നു ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമരം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് 9,000 രൂപയായിരുന്നു സാലറി. അത് കഴിഞ്ഞ് സമരം സ്റ്റാർട്ട് ചെയ്തിട്ട് 13 ആയിട്ടുണ്ട്. അത് UN വന്ന ശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ 2018 പിന്നെ കൂടുതൽ സാലറി കയറിയേക്കണത്. 2018 സമരം കഴിഞ്ഞാൽ പിന്നെ ഇനി വീണ്ടും സാലറി 20,000 മേലെ ഞങ്ങൾക്ക് സാലറി വന്നു തുടങ്ങിയത്. പിന്നെ UN ഉണ്ടായിട്ട് ഇപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സാലറി 43,760. എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് അത്രയേ ഉള്ളൂ. വർഷം 28 വർഷമായിട്ട് ഇത്രയും ഇപ്പോൾ കിട്ടുന്ന സാലറി ഞങ്ങൾക്ക് അത്രേ കിട്ടുന്നുള്ളൂ. പുറത്തൊക്കെ ആണെങ്കിലും ഇപ്പം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എത്ര കിട്ടും ഈ ഒരു എക്സ്പീരിയൻസ്? ഡൽഹിയിലൊക്കെ ആണെങ്കിൽ എന്തായാലും 1,00,000 മേലെ ഉണ്ടാവും സാലറി. ഇവർ പറയുന്നത് 65,000-70,000 രൂപ ശമ്പളം ഉണ്ടെന്നാണ്. കിട്ടണില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ് ഇറങ്ങിയേക്കണത് അമലയിൽ നിന്ന്. ഫസ്റ്റ് ഏറ്റവും കൂടുതൽ 28 വർഷമായി ഞാനിപ്പോൾ. എന്നിട്ട് കിട്ടുന്ന സാലറിയാണിത്. അവരിൽ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു, 50,000 രൂപയിൽ കൂടുതൽ ശമ്പളമുള്ള ആരെങ്കിലും ഞങ്ങൾക്കിടയിലുണ്ടെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞങ്ങൾ ഈ സമരം നിർത്താമെന്ന്. ഇപ്പൊ ദേവൻ സാറ് പറഞ്ഞ പോലെ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നാണ് ചെറുപ്പം മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ ചെയ്തിരുന്നത്. ആ ഒരു ഇതിൽ നിന്ന് ബിഷപ്പൊക്കെ ഇങ്ങനെ 65,000 ഞങ്ങൾക്ക് കിട്ടുന്നു. 60 ഞങ്ങൾ പറഞ്ഞു UN ആർക്കെങ്കിലും ഒരാൾക്ക് 50,000 സാലറി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ നിമിഷം സമരം അവസാനിപ്പിക്കാമെന്ന്. നോക്കൂ, അച്ഛന്മാർ പറയുന്നത് 65,000 രൂപ വരെ ശമ്പളമുണ്ടെന്നാണ്. 4 വർഷം പഠിച്ച് 20-30 വർഷം പണിയെടുക്കുന്ന ഒരു നേഴ്സിന് ഈ ശമ്പളം മതിയോ? ഈ ശമ്പളം കൊണ്ട് അവരെങ്ങനെ കുടുംബം നടത്തും? എന്തിനാണ് ലോകത്തെ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്നവർ ഞങ്ങളാണ് എന്ന് നിങ്ങൾ നുണ പറയുന്നത്? ഇതിൽ മാത്രം അവസാനിക്കുന്നില്ല ഇവർ അനുഭവിക്കുന്ന പീഡനം. 2020 ശേഷം ജോലിക്കെടുക്കുന്ന നേഴ്സുമാരെയെല്ലാം 3 വർഷം കോൺട്രാക്റ്റിലാണ് പണിക്കെടുക്കുന്നത്. 3-ാം വർഷം റെസിഗ്നേഷൻ ലെറ്റർ വാങ്ങും. അതിനുശേഷം 3 വർഷം വീതം പുതുക്കി കൊടുക്കും. എന്നിട്ട് അവർ കണക്ക് പുറത്തുവിടുമ്പോൾ ഇതാ 3 വർഷം പരിചയമുള്ളവർക്ക് ഞങ്ങൾ 20,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയും. വാസ്തവത്തിൽ അവർ അതിനേക്കാൾ എത്രയോ അധികം വർഷം സേവനമുള്ളവരാണ്. ഈ കോൺട്രാക്ട് വ്യവസ്ഥ ക്രൂരമല്ലേ? 2022 മുതൽ 25 വരെയുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതിനുശേഷമുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും അതിനുശേഷം ഇപ്പോൾ നമ്മളങ്ങനെ 2025 വരെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. നെക്സ്റ്റ് 3 ഇയറിലേക്ക് നമുക്കിപ്പോൾ പുതുക്കിയേക്കാണ്. അപ്പോൾ അതങ്ങനെ പുതുക്കി വരുമ്പോൾ നമുക്കൊരു 10 വർഷം കൂടുമ്പോൾ 3 വെച്ച് നമുക്ക് 5 സർട്ടിഫിക്കറ്റ് എങ്കിലും നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. പിന്നെ എത്ര 3 ഇയർ കഴിഞ്ഞാലാണ് നമുക്കൊരു സീനിയോറിറ്റി കിട്ടുക? അതാണ് ഞങ്ങളുടെ മെയിൻ പ്രശ്നം. അപ്പോൾ ഈ കോൺട്രാക്റ്റ് സിസ്റ്റം ഇവർ ഞങ്ങൾ കയറിയ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 2022 കയറിയെങ്കിലും ഞങ്ങളെ സൈൻ ചെയ്യിപ്പിക്കുന്നത് 2023 ഞങ്ങൾ സമരത്തിന് ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഈ കോൺട്രാക്റ്റാണെന്ന് പറഞ്ഞ് സൈൻ ചെയ്യിപ്പിക്കുന്നത്. ഒരു പക്ഷേ ഞങ്ങൾ കയറുന്ന സമയത്ത് ഞങ്ങളോട് ഈ 3 മന്ത് റെസിഗ്നേഷൻ, 3 ഇയർ കോൺട്രാക്റ്റ് ഇതൊക്കെ പറയുകയാണെങ്കിൽ നമ്മളിന്ന് അവിടെ ജോലിക്ക് കയറുമോ? കയറില്ല. പക്ഷെ ഞങ്ങൾക്ക് ജൂബിലി മിഷൻ വേണം. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങൾക്ക് വേണം. ഞങ്ങളാരും അത് വേണ്ടാന്നോ അല്ലെങ്കിൽ അതൊരു തകർക്കാനോ വേണ്ടിയിട്ടല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നീതി കിട്ടണം. അതിനു വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ 3 മന്ത് റെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു 24 അവർ റെസൈൻ വെച്ച് പോകുമ്പോൾ ഞങ്ങൾ 3 മന്തിൻ്റെ സാലറി അവിടെ കാണിക്കണം. നമ്മളവിടെ റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പോസിബിളായിട്ടുള്ള കാര്യമല്ല. 25 വർഷത്തോളം സേവനമുള്ള ഒരു പെൺകുട്ടിക്ക് 18 വർഷം മാത്രമേ ഇപ്പോൾ സേവനമുള്ളൂ. കാരണം പ്രസവാവധിക്ക് ആനുകൂല്യം ഉണ്ടായിരുന്നില്ലത്രേ. ആ പെൺകുട്ടി പറയുകയാണ്, അക്കാലത്ത് പ്രസവാവധിക്കും സിക്ക് ലീവിനും ഒന്നും അവധി ഉണ്ടായിരുന്നില്ല. UN സമരം നടത്തിയാണ് അത് നേടിയെടുത്തത്. ഇപ്പം ഞാൻ 21 വർഷമായി. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എനിക്ക് 18 വർഷമായുള്ളൂ. കാരണം അതിന് മെറ്റേണിറ്റി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇപ്പോഴാണ് മെറ്റേണിറ്റി ഒക്കെ കിട്ടി തുടങ്ങിയത്. ഞങ്ങൾ ആ സമയങ്ങളിലൊന്നും മെറ്റേണിറ്റി ഇല്ലാത്തത് കൊണ്ട് റിസൈൻ ചെയ്ത് പോവാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും വരുമ്പോൾ നമ്മൾ റീജോയിനിങ് ആണ് കാണിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും റീജോയിനിങ് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 16-17 വർഷമായി. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറി 42 സാലറി കിട്ടണത്.
ഇവർ പറയുന്ന സാലറി ഒന്നും ഞങ്ങൾക്ക് കിട്ടണില്ല. അവർ പറയുന്നത് 45 തൊട്ട് 65 വരെ അത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് സാലറി. ഇപ്പോൾ 28 വർഷമായ സ്റ്റാഫിനും 46-നും മേലെ സാലറി കിട്ടുന്നില്ല ആർക്കും. പക്ഷേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് മുഴുവൻ പറയുന്നത് ഞങ്ങൾ അത്രയും സാലറി അധികം വാങ്ങിക്കുന്നുണ്ടെന്നാണ്. ഞങ്ങൾ ഇത്ര കാലങ്ങളായിട്ട് ഞങ്ങൾ UNA-യിലുള്ള ഒറ്റ മെമ്പേഴ്സും അത്ര സാലറി വാങ്ങിക്കുന്നില്ല. UNA എന്ന സംഘടന ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴെങ്കിലും ജൂബിലിയിലും ഇങ്ങനെ ശമ്പളം കിട്ടുന്നത്. ഇല്ലായിരുന്നെങ്കിൽ അവർക്കൊന്നും കിട്ടുമായിരുന്നില്ല. ഇപ്പോഴും UNA ഇല്ലാത്ത ആശുപത്രികളിൽ സമരം തുലോം തുച്ഛമാണ്. ആ ആശുപത്രിയെ ചൂണ്ടിക്കാട്ടിയാണ് ഇവർ പറയുന്നത്. നിങ്ങൾ പറയൂ, അവിടെ എന്തുകൊണ്ട് ശമ്പളമില്ല എന്ന്. അവിടെ എന്തുകൊണ്ട് ശമ്പളമില്ല എന്ന് അവിടുത്തെ നേഴ്സുമാരോട് ചോദിക്കണം. UNA ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഗതികേട് വരുമായിരുന്നില്ല. അവർക്ക് ധൈര്യമില്ലാത്തത് കൊണ്ട് അവർ UNA യൂണിറ്റ് തുടങ്ങാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് UNA-യെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ ജിഹാദി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത്. വിശ്വാസികളെ ഇറക്കിവിട്ട് കത്തോലിക്ക സഭാ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്. പൊന്നുപിതാവെ, യേശുക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ അങ്ങേക്ക് എങ്ങനെയാണ് കുഞ്ഞാടുകളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? കരുണ ലവലേശമില്ലാതെ, നന്മ ലവലേശമില്ലാതെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞു പരത്തി അങ്ങ് എന്ത് നേടാനാണ് ശ്രമിക്കുന്നത്? ശുദ്ധീകരണ സ്ഥലത്ത് ചെന്നാൽ പോലും ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല അങ്ങയുടെ ഈ നുണക്കൂമ്പാരങ്ങളും കരുണയില്ലാത്ത ഈഗോയുമെന്ന് തിരിച്ചറിയുക. ഇനി അഥവാ ദൈവത്തോട് അടുത്ത് പെരുമാറുന്ന ആളെന്ന നിലയിൽ ദൈവമേ ഇല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണെങ്കിൽ അതങ്ങ് തുറന്നു പറയുക. ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ലോകത്തോട് പറയുന്നതൊക്കെ വാസ്തവമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ദയവായി കുറച്ചുകൂടി മനുഷ്യത്വം കാണിക്കുക. അങ്ങയുടെ ശുപാർശ പ്രകാരം സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണം നടത്തുന്നവരൊക്കെ ദൈവനിന്ദയാണ് നടത്തുന്നത് എന്ന് മറക്കരുത്. എന്നോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി എവിടെയോ ആരോ കെട്ടിച്ചമച്ച എൻ്റെ സഹോദരൻ വൈദികനെതിരെയുള്ള കള്ളപ്രചരണത്തിന് അങ്ങ് തന്നെ നേതൃത്വം കൊടുക്കുന്നു. അതുവഴി അങ്ങ് ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭയിൽ ഞാൻ മാത്രമല്ല എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് എന്ന് സ്ഥാപിക്കാനാണോ? പാവപ്പെട്ട നേഴ്സുമാരോട്, അതും അങ്ങയുടെ രൂപതയിലെ വിവിധ ഇടവകകളിലെ അംഗങ്ങളായ നേഴ്സുമാരോട് അങ്ങയ്ക്ക് അല്പം പോലും കരുണ കാട്ടാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങ് എന്തിനാണ് പദവിയിലിരിക്കുന്നത്? അങ്ങും അങ്ങയുടെ പിണിയാളുകളും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊക്കെ നുണയാണെന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയെങ്കിലും അങ്ങ് ദയവ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിതാവേ, അങ്ങ് ചെയ്യുന്നത് എന്താണെന്ന് അങ്ങേക്ക് മനസ്സിലാവുന്നില്ല. അതിനാൽ അങ്ങയോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ വിശ്വാസികൾ മുട്ടുപ്പായി പ്രാർത്ഥിക്കുകയാണ്.